നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കൊട്ടിക്കലാശം ഓരോ മുന്നണികളുടെയും കൊട്ടിക്കലാശം ആവേശകരമായി തന്നെ നിലമ്പൂരിൽ പുരോഗമിക്കുകയാണ്. രണ്ടാഴ്ചയിലേറെ നീണ്ടുനിന്ന ഹൈ വോൾട്ടേജ് പ്രചാരണം കടുത്ത മത്സരം എന്നുള്ള ഒരു പ്രീതി ഉണർത്തിയിരുന്നു. അതുപോലെ തന്നെ വലിയ പോരാട്ടത്തിലേക്ക് നിലമ്പൂർ കടക്കുന്നു എന്നുള്ള ഒരു പ്രീതി ഉണർത്തിയിരുന്നു. അതിലാണിപ്പോൾ കൊട്ടിക്കലാശം. വളരെയധികം എല്ലാ മുന്നണികളും വളരെയധികം ആവേശത്തോടു കൂടി തന്നെയാണ് കൊട്ടിക്കലാശം അവിടെ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് ഈ ഒരു കൊട്ടിക്കലാശം നടക്കുന്നത്. ഇപ്പോൾ നിലമ്പൂരിൽ എത്തിയാൽ അവിടുത്തെ വീതികളിലെല്ലാം വർണ്ണാഭമായിട്ടുള്ള എല്ലാ പാർട്ടികളുടെയും പതാകകൾ എല്ലാം കാണാം, കൊടിതോരണങ്ങൾ കാണാം. ആവേശകരമായിട്ടുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ്. ഒരുപാട് വിവാദങ്ങളും ജനകീയ വിഷയങ്ങളടക്കം സജീവ ചർച്ചയായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശമാണ്. വെറും 21 ദിവസം മാത്രമായിരുന്നു പ്രചാരണത്തിനായി ഉണ്ടായിരുന്നത്. എന്നാൽ അതിനാടകീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിലമ്പൂരിൽ സംഭവിച്ചു. ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ചയായി വന്നു. അതുപോലെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങളും അവിടെ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി, CPIM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അവിടെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ എല്ലാം ആവേശം ഒട്ടും അണചോരാതെയാണ് കൊട്ടിക്കലാശം നടക്കുന്നത് എന്നുള്ളതാണ്. പ്രവർത്തകർ എല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. PV അൻവർ എന്നാൽ കൊട്ടിക്കലാശത്തിനില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ LDF, UDF, NDA മുന്നണികളുടെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. കൃത്യം 5:30 തന്നെ ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കണം എന്നുള്ളത് ജില്ലാ കളക്ടർ പ്രത്യേകമായി ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. അനൽക്ക ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനൽക്ക, ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ കൂടി, പ്രചാരണം അവസാനിക്കാൻ. ഈ അവസാന മണിക്കൂറുകളിൽ എത്രമാത്രം ആവേശമാണ് അവിടെ? പ്രചാരണം അവസാനിക്കാനിരിക്കെ ഈ കൊട്ടിക്കലാശം അതിന്റെ അവസാനിക്കാൻ പോകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ UDF-ന്റെ രണ്ടാമത്തെ കേന്ദ്രത്തിലാണ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള PC വിശ്വനാഥും അതോടൊപ്പം തന്നെ KPCC-യുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യരും T സിദ്ദീഖും UDF-ന്റെ വാഹന പ്രചാരണ ജാഥയുടെ വാഹനത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് UDF പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ നിലമ്പൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി നിരവധി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൊടികളും കൊടിത്തോരണങ്ങളും ത്രിവർണ്ണ നിറത്തോടുള്ള പതാക, കോൺഗ്രസിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി UDF പ്രവർത്തകരാണ് ഈ കലാശക്കൊട്ടിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് 2016-ലും 2021-ലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ഇത്തരത്തിൽ UDF പ്രവർത്തകരെ ആവേശത്തിലായതുകൊണ്ട് നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആവേശത്തിലായതുകൊണ്ട് സംസാരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിരവധിയായിട്ടുള്ള UDF പ്രവർത്തകരാണ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഒഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കൊല്ലത്തിൽ നിന്നും RSPയുടെ പ്രവർത്തകർ ഉൾപ്പെടെ ഈ കൊട്ടിക്കലാശത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ കൊട്ടിക്കലാശത്തിൽ ആവേശം പകരാൻ കൊല്ലത്തിൽ നിന്നടക്കം RSPയുടെ പ്രവർത്തകർ നിലമ്പൂരിലേക്ക് ഒഴിഞ്ഞെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലമ്പൂരിന് പുറത്ത് ഏറാർ മണ്ഡലത്തിൽ നിന്നും വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ നിരവധിയായ UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിൽ ലീഗിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ മണ്ഡലത്തിൽ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മുതിർന്നവരും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള നൂറുകണക്കിന് UDF പ്രവർത്തകരാണ് ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ UDF-ന്റെ പ്രചാരണ വാഹനത്തിന്റെ മുകളിൽ കയറി
പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 മണിയോടുകൂടി ഈ പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ പ്രവർത്തകരെ കൂടുതൽ ആവശ്യത്തിലായെത്തിക്കൊണ്ട് മഴയെ വകവയ്ക്കാതെ നിരവധിയായിട്ടുള്ള പ്രവർത്തകരാണ് ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. UDF-നെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 29 വർഷം നെൽമൂർ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദിന് പിന്മുറക്കാരനായി അദ്ദേഹത്തിന്റെ മകനും KPCCയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് UDF പ്രവർത്തകർ ഈ പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തി കുറിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ആര്യാടൻ ഷൗക്കത്തിനെ 10,000-കണക്കിന് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നാണ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പറയുന്നത് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികളും സ്ത്രീകളും മുതിർന്നവർ ഉൾപ്പെടെ ഈ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതായത് ഈ മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസവും പരമാവധി അധികം വോട്ടുറപ്പിച്ച ശേഷം പരമാവധി ഭൂരിപക്ഷത്തിൽ എത്രയാണോ മണ്ഡലത്തിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും UDF പ്രവർത്തകർ നടത്തി. അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കൊട്ടിക്കലാശം നടക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാൻ നിരവധി UDF പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ലീഗിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ്. നിലമ്പൂർ നഗരസഭക്കകത്ത് ലീഗിന് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയ്ക്കുള്ളിൽ ലീഗിന് മെച്ചപ്പെട്ട നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് വിജയം ഉണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ മണ്ഡലത്തിന്റെ കോണുകളിലും അതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിലും ലീഗ് പ്രവർത്തകർ ആര്യാടൻ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ സജീവമായി രംഗത്തുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പ്രചരണം അവസാനിക്കാനിരിക്കുന്ന ഈ ഘട്ടത്തിലും ലീഗ് പ്രവർത്തകർ വളരെ സജീവമായി ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിന് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ലീഗിനെ സംബന്ധിച്ച് ഈ വിജയം ഏറെ നിർണായകമാണ്. UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിലമ്പൂർ നഗരസഭക്കകത്ത് ലീഗിന് മെച്ചപ്പെട്ടൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും എന്നൊരു കാര്യം കൂടി ലീഗിനെ സംബന്ധിച്ച്